കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ഷീരകർഷകർക്കുള്ള ഇൻഷുറൻസ് കാർഡുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ഷീരസംഘം അവലോകന യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ ബ്ലോക്കിന് കീഴിലെ ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീരകർഷകർക്കുള്ള ഇൻഷുറൻസ് കാർഡുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 48ഓളം സംഘങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ സംഘങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും അതുപോലെ DD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ഒരു അവലോകന യോഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചേർന്നിട്ടുള്ളത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കൂടുതലായി ക്ഷീരകർഷകർ അധിവസിക്കുന്ന ഒരു മേഖലകളാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 10 പഞ്ചായത്ത് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് കൂടുതലായി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 26-27 സാമ്പത്തിക വർഷത്തെ പദ്ധതികളിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായിട്ടുള്ള അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യോഗം ചേർന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ബിനോയ് പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. DD ഷഫീന M അധ്യക്ഷത വഹിച്ചു. ERCM PU ബോർഡ് അംഗം PS നജീബ് ആമുഖ പ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ബേബി, DCO സുജിത് P രാഘവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മോഹനൻ, ബ്ലോക്ക് മെമ്പർമാരായ മേഘ ഷിബു, വൃന്ദ മനോജ്, അസിസ്റ്റന്റ് ഡയറക്ടർ രമ്യ P, കോട്ടപ്പടി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 60 ന്യൂസ് കോതമംഗലം.